നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു അതെല്ലാം നീതിയോടെ കണക്കിടുന്ന, നേരോടെ കണക്കിടുന്ന, അത് 100 മടങ്ങായി തിരികെ തരുന്ന ഒരു നല്ല കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്. 7-ാം വാക്യം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി, എനിക്ക് ആരുമില്ല. ഈ രാവിലെ ഇവിടെ വന്ന ചിലരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉയരുന്ന ചില ചോദ്യങ്ങൾക്ക് കർത്താവ് പറഞ്ഞ എന്നോട് ചില ഉത്തരം ഞാനുണ്ടെന്നൊന്ന് പറയാൻ. ആരാ ഭാരപ്പെടുന്നത്? ഈ ആരാധനയിൽ എങ്ങനെയാണ് എൻ്റെ പ്രശ്നം? എവിടുന്നാണ് ഒരു വഴി? ഏത് വിധത്തിലാണ് അതിനൊരു മറുപടി? എങ്ങനെ കിട്ടും ഒരു ഉത്തരം എന്നറിയാതെ ചിന്തിച്ച് മനം കലങ്ങിയിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുക, ഈ മനുഷ്യനെ പോലെ അകത്ത് ചില ചോദ്യങ്ങൾ ഉയർന്ന് അതിവേദനയുടെ നടുവിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഈ രാവിലെ ഈ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ എന്നോടും നിങ്ങളോട് സംസാരിക്കുക. ആരുമില്ലെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ ആരുമില്ലാത്തവനല്ല നീ, ആരുമില്ലാത്തവനല്ല നീ. ഞാൻ നിനക്കായിട്ടുണ്ട്. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ കലക്കുന്നെങ്കിൽ, നീറിയിരിക്കുന്നെങ്കിൽ, കലങ്ങിയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ കൃത്യമായിട്ട് ഓർപ്പിക്കുക. കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണെന്നറിയാവോ ദൈവമക്കളെ? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ 7-ാം അധ്യായത്തിൻ്റെ, വായിക്കാൻ സമയമില്ല, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഒന്ന് വായിക്കാവോ? ഏറ്റവും ഒടുവിലത്തെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി. നിങ്ങളെ വാക്യം ശ്രദ്ധിക്കണേ. അവര് അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് പോയി. 8-ന്റെ 1. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് എൻ്റെ ഭാവനയിൽ ഇച്ചിരി ചിന്തിച്ചു. മണിക്കൂറുകൾക്ക് മുമ്പ് അതിന്റെ പുറകിലത്തെ പാരഗ്രാഫ് പഠിച്ചാൽ അറിയാം, കൂടാര പെരുന്നാളാ. ഭയങ്കര ആനന്ദവും ആഘോഷവും എല്ലാം ഒരു ഭാഗത്ത്. അടുത്ത ഖണ്ഡികയിലേക്ക് വരുമ്പോൾ ഈ ആനന്ദിച്ചവരിൽ തന്നെ ഒരു കൂട്ടരെതിരായി പരീശന്മാരും ശാസ്ത്രിമാരും എഴുന്നേറ്റ് യേശു കർത്താവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ജനത്തെ ഇളക്കി കർത്താവിനെ ഒറ്റപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഘം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയേക്കുക, ഓരോരുത്തൻ വീട്ടിൽ പോയി. ഞാൻ ആ വാക്യം വായിച്ചിട്ട് ഓർത്ത്, ദൈവം ഒരാളെങ്കിലും ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നോ? എല്ലാവരും ഒറ്റപ്പെടുത്തിയൊരു സമയമാകട്ടോ. ഒരാൾ പോലും കൂടെ ഇല്ലാത്തപ്പം ഇന്ന് രാവിലെ ഈ ആരാധനയിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒറ്റപ്പെടുത്തുന്നവനെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാണുന്നൊരു കർത്താവിന്റെ കണ്ണുണ്ട് കേട്ടോ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ മുറിവേറ്റ, അങ്ങനെ വേദനിക്കുന്ന, അങ്ങനെ നീറുന്ന ആരെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ ഒരു നല്ല ഹൃദയം കർത്താവേ എനിക്ക് തരണേ എന്ന് പറയാൻ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ശീലിക്കട്ടെ. ആരുമില്ല, ഒരാൾ പോലും ഇല്ല കർത്താവിൻ്റെ അടുത്ത്, ഒറ്റയാൾ പോലും ഇല്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന 8-ാം അധ്യായം, കർത്താവോ യേശുവോ ഒലിവുമലയിലേക്ക് പോയി. എനിക്ക് അത്ഭുതം തോന്നിയെന്നറിയോ? 8-ാം അധ്യായത്തിലെ കാര്യമാണ്. ഇത്രയൊക്കെ ആയിട്ടും കർത്താവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അവൻ ദൈവാലയത്തിൽ ചെന്നു. അധികാലത്തെ അവൻ പിന്നെയും പദം കണ്ടോ? പിന്നെയും ഓടിച്ചു വിട്ടതാണേ. കൂടെ ആരും ഇല്ലായിരുന്നേ. കൂടെ പോരണോ? എവിടെയാ വിശ്രമിക്കുന്നേ? രാത്രി കിടക്കാൻ ഇടമുണ്ടോ? ഒന്നും ചോദിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ആർദ്രതയുള്ള ഹൃദയം കണ്ടോ? പകയില്ലാത്ത, പിണക്കമില്ലാത്ത, ഈർഷ്യയില്ലാത്ത, കോപവും വൈരാഗ്യവും ഇല്ലാത്ത എന്റെ കർത്താവിന്റെ ഹൃദയം വീണ്ടും അതിരാവിലെ അവൻ വീണ്ടും ഇറങ്ങി വരിക.
റിബാന ശംധരാജല. അതുകൊണ്ട് വചനം പറയുന്നു, അവൻ നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ഒറ്റയാക്ക് പോലും അവന്റെ സന്നിധി നിൽക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ 10 മാസം നീ തകർന്നു പോകേണ്ടതായിരുന്നു. ശത്രു നിനക്കെതിരെ വാദിച്ച എത്ര മണ്ഡലങ്ങൾ, എത്രയോ മണിക്കൂറുകൾ മുൻപിൽ ഉണ്ടായിരുന്നു. എന്നാൽ വിട്ടുകൊടുക്കാതെ നിന്റെ പ്രാണൻ കണി പൊട്ടിപ്പോന്ന പക്ഷിയെ പോലെ സൂക്ഷിച്ച ദൈവത്തിന് അല്പനിമിഷം കരം തട്ടി എന്റെ കർത്താവിന് ഒരു മഹത്വം കൊടുക്കാൻ കഴിയുമോ? നിന്നെ സൂക്ഷിച്ചതിന്, നിന്നെ നടത്തിയതിന്, നിന്നെ ആദരിച്ചതിന്, നിന്റെ തലമുറയെ മാനിച്ചതിന്, നിന്റെ കണ്ണുനീര് ദൈവം കണ്ടതിന്. കർത്താവിന്റെ ആർദ്രത നോക്കിക്കേ ദൈവമക്കളെ. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ മനസ്സാ. ആരുടെ ദൈവവൈതല്യം വേണ്ടത്? കർത്താവിന്റെ മനസ്സാ. കർത്താവിന്റെ മനസ്സാ. കർത്താവിന്റെ മനസ്സുള്ളവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. നിസ്സാര വിഷയം മതിയല്ലോ. നമ്മുടെ കോപവും ക്രോധവും ഈർഷ്യയും പകയും പിണക്കവും എല്ലാം പുറത്ത് ചാടുന്ന ആരാധനയിലെ 2.5 മണിക്കൂർ വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. രക്തം ജയം, ക്ഷമിക്കാൻ, സഹിക്കാൻ, പൊറുക്കാൻ ഹൃദയം ഈ ദിവസങ്ങളിൽ ആഴത്തിൽ പണിയപ്പെടട്ടെ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങൾ നമ്മെ ഒന്നും കൂടെ ചെത്തിവെടിപ്പാക്കാൻ, നമ്മെ ഒന്നും കൂടെ ആഴത്തിൽ ചെത്തിവെടിപ്പാക്കാൻ ഇടവരുത്തണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ മനുഷ്യൻ പറയാ, ആരുമില്ല. സ്വയം ഇറങ്ങാൻ നിർവാഹമില്ലാത്തവൻ, പരസഹായം കൂടാതെ ഒരു ചുവട് വെക്കാൻ പറ്റാത്തവൻ, യേശുവിൻ നാമത്തിൽ പരസഹായം കൂടാതെ ഒരു ചുവട് പോലും വെക്കാൻ പറ്റാത്തവൻ നിസ്സഹായനായി നിൽക്കുക. തിരുവചനം പഠിക്കുന്നത് അവൻ്റെ അടുത്തോട്ട് നടന്നു ചെല്ലാൻ എൻ്റെ പൊന്നു കർത്താവിന് ഭയങ്കര സ്നേഹമായിരുന്നു. ആരും ഗൗനിക്കാത്ത, ആർക്കും വേണ്ടാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട, എല്ലാ പ്രതീക്ഷയും, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. അതിന് നമ്മളുടെ ഇടയിൽ മെഡിക്കൽ സയൻസ് ഈ ദിവസങ്ങളിൽ പറയുന്നൊരു പേരുണ്ട്, 4th സ്റ്റേജ് അല്ലേ? ക്യാൻസർ പേഷ്യൻറ്റുകളെ കുറിച്ച് പറയുമ്പം പറയുന്ന ഏതാ? ഒരു രോഗി പറയാൻ തുടങ്ങിയാൽ ആദ്യം ചോദിക്കുന്നത്, നമ്മൾ തന്നെ ചോദിക്കുന്നത് ഏതാ സ്റ്റേജ് എന്നാ. ഞാനൊരു കാര്യം പറയാം, നിസ്സഹായതയുടെ നടുവിലേക്ക് നിന്റെ ജീവിതത്തെ വഴിതെറ്റിക്കാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ നിന്നെ തേടി വരുന്ന, സൗഖ്യമാക്കുന്ന, സഹായിക്കാൻ കഴിയാത്ത, കൈമലർത്തി നിൽക്കുന്ന വല്ലായ്മയുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ ഓടി വരുന്നവൻ, മാർവോട് ചേർക്കുന്നവൻ, ചേർത്ത് പിടിക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആദ്രതയുള്ള കർത്താവിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു കുടുംബം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. നല്ല കുടുംബമാണ്, രണ്ടുപേരും ആത്മീയരാ. ആത്മീയർക്ക് ഇങ്ങനെ കഷ്ടതയുണ്ടോ? പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്രയും വലിയ ശോധനയുണ്ടോ? ചില ദേവാസന്മാർ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയെ പ്രത്യേകിച്ച് പറയുക, ഉപവാസം കഴിഞ്ഞാൽ ഉടനെ, നിങ്ങളാരും കേട്ടില്ലയോ? എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. യേശുവിനെ പരീക്ഷിച്ചെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്. നമ്മളങ്ങനെയാണെങ്കിൽ പിന്നെ ഉപവസിക്കുന്നത് എന്തിനാ? ഉപവാസം കഴിഞ്ഞാൽ ഉടനെ പ്യാശു വരിക, അല്ലാത്തപ്പം വരികയല്ലേ? എൻ്റെ ദൈവമക്കളെ, രാപ്പകലില്ലാതെ അവൻ ഇങ്ങനെ അപവാദിയാ. ഇന്നലെ രാത്രിയിൽ എത്ര പ്രാവശ്യം എൻ്റെ നിങ്ങളുടെ വീടിൻ്റെ നേരെ വന്നെന്നറിയാമോ? പക്ഷെ വിട്ടുകൊടുക്കാതിരുന്നത് കർത്താവിൻ്റെ സ്നേഹവും കൃപയുക. അവൻ്റെ പുണ്യാക രക്തത്തിനകത്ത് നമ്മൾ മറയ്ക്കപ്പെട്ടത് കൊണ്ട്, ആ നിയമദൂതന്റെ സംരക്ഷണത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് കൊണ്ട് കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി,
സൂക്ഷ്മത കൂട്ടണമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. നമ്മൾ സാധാരണയേക്കാൾ അല്പം കൂടെ ഗൗരവം വേണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ, അല്പം ശ്രദ്ധാലുവാകണം കേട്ടോ, അതൊരു സത്യമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു കാര്യം തിരിച്ചറിയുക, നന്നായി പ്രാർത്ഥിക്കുന്ന, വളരെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം, ഇത്ര യോജിപ്പുള്ളൊരു കുടുംബം, യൂണിറ്റി, ഐക്യത, സ്നേഹം, പ്രാർത്ഥന, എല്ലാത്തിനും ഒരാളേക്കാൾ മെച്ചമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എഴുതിയത് ഇരുവരും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വല്ല ലോട്ടറി അടിച്ചാൽ പോലും അങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. സ്വോത്രമാരും പറഞ്ഞില്ല. ബാലൻസ്ഡാണ് മിക്കവാറും എല്ലാ വീടും. അതേ പറ്റൂ. മാമ പോകുന്ന വേഗതയിൽ നമുക്ക് ഓടാൻ പറ്റുന്നില്ലെന്ന് നമുക്കും അറിയാം. പക്ഷെ നമുക്ക് സമ്മതിക്കാൻ പ്രയാസമാണ്. അച്ഛൻ പോകുന്ന വേഗതയിൽ അമ്മയ്ക്കും വരാൻ പറ്റുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു കുടുംബം ഭയങ്കരമാണ്. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൂട്ടത്തിനും കൂട്ടായ്മയ്ക്കും ശുശ്രൂഷയ്ക്കും ഒന്നിനും മാറി നിൽക്കാത്ത കുടുംബം. നാളുകളായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ടോടുന്ന കുടുംബം. ആ കുടുംബത്തിൻ്റെ നേരെ വന്ന് കർത്താവിൻ്റെ ദൂതൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ശ്വാസത്തിൽ ഒരു ദൂത് പറയുക. 1-ാം അധ്യായം 13-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത, നോൺ സ്റ്റോപ്പായ ഒരു ദൂത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ലൂക്കോസ് 1-ന്റെ 13-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ. അതിനിടയ്ക്ക് സ്റ്റോപ്പില്ല, നിർത്തുന്നില്ല, കേൾക്കാൻ നിൽക്കുന്നില്ല, പറഞ്ഞോണ്ടേയിരിക്കുക. എന്താ പറയുന്നത് നോക്കിയേ. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്ക് വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഇവിടെയാ സ്റ്റോപ്പ്. 13-ാം വാക്യം തുടങ്ങി ദൂതങ്ങ് പറയുക. പറഞ്ഞു 17-ാം വാക്യത്തിന്റെ ഒടുവിൽ നിർത്തിയ ഗ്യാപ്പിൽ അമ്മാമ്മ ചോദ്യം അങ്ങോട്ട് ഇട്ടു. സക്കറിയാവ്. ആ ഗ്യാപ്പ് കിട്ടിയപ്പോഴേ ചോദ്യം അങ്ങോട്ട്. എന്താ ചോദ്യം? 18-ാം വാക്യം. സക്കറിയാവ് ദൂതനോട് ഞാൻ എന്തൊന്നിനാൽ അറിയും? സ്തോത്രം. എത്ര നല്ല തങ്കക്കുടം പോലെ ദൂതം വന്ന് ദൂത് പറഞ്ഞാലും എൻ്റെ പൊന്ന് പാസ്റ്ററേ, വലിയ പാടാ ഇത് ഉള്ളിൽ കയറാൻ. ഇതകത്ത് കയറി ചെല്ലാൻ ഇച്ചിരി പാടാ. പരിശുദ്ധാത്മാവ് പറയുക, വീണ്ടും നിൽക്കുക ദൂതൻ. എന്താ ദൂതൻ പറയുന്നത് കേൾക്കണോ? ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് കുഞ്ഞെ, നാട്ടിൽ പലരും പറയുന്നുണ്ടാവും പലതും. ഇതിനു മുമ്പ് പലരും പറഞ്ഞതും അതാ പുള്ളിയുടെ ഒരു പ്രശ്നം. അതായിരിക്കും പലരും ഇതിനു മുമ്പ് വന്ന് ഡേറ്റ് പറഞ്ഞു, സമയം പറഞ്ഞു, ആഴ്ച പറഞ്ഞു, മാസം പറഞ്ഞു. അതൊക്കെ നീണ്ടുപോയി. അപ്പം പുതിയ ആൾ ദൂതും കൊണ്ട് വന്നപ്പം പുള്ളി കൃത്യമായിട്ട് മുഖത്ത് നോക്കി ചോദിച്ചു, പിന്നെ പറയുന്നൊക്കെ കൊള്ളാം, ഞങ്ങളുടെ വീട്ടിൽ ഇതിനു മുമ്പ് പലരും വന്ന് പറഞ്ഞതാ, ഉണ്ടായിരുന്നത് ഞാൻ കൊടുത്തും വിട്ടതാ, പക്ഷെ ഈ പ്രാവശ്യം ഒന്നും തരാനൊന്നും പോകുന്നില്ല, കാര്യം പറ, ഇത് എന്തോന്നിനാൽ വിശ്വസിക്കും? ദൂതൻ പറഞ്ഞ പദം കേട്ടോ? ഞാൻ ആരാ? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ശബ്ദത്തെ അവിശ്വസിക്കാതെ വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ നിസ്സഹായത, നിന്റെ വേദന, നിന്റെ സങ്കടം നിനക്കാരുമില്ലെന്ന നീ പറയുന്നതെങ്കിൽ, ഇനി ഒരു സാധ്യതയും നിന്റെ മുൻപിൽ കാണുന്നില്ലെങ്കിലും, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി പറയുന്നു, വിശ്വസിക്കാൻ നീ തയ്യാറായാൽ അവന്റെ മഹത്വത്തെ നിന്റെ കണ്ണുകൊണ്ട് കാണും. അതാണ് ദൈവത്തിന്റെ ആമേൻ ശബ്ദമായിട്ട് മാർത്തയോടും മറിയോടും പറഞ്ഞത്. അതേ ദൈവം ഇന്ന് രാവിലെ ഹെബ്രോൻ സഭയിൽ ദൈവജനത്തോട് പറയാ, എന്റെ പൊന്ന് ബ്രദറെ, എന്റെ പൊന്ന് അങ്കിളെ, ആ റിസൾട്ട് അവിടെ ഇരിക്കട്ടെ, പക്ഷെ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാക്. എട്ടാം വാക്യം
ത്തിലേക്ക് വരണം. 5-ാം അധ്യായത്തിന്റെ സമയക്കുറവുണ്ട്. 8-ാം യേശു അവനോട് വാക്യത്തിൽ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. സ്തോത്രം. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ദൈവത്തിന് മഹത്വം. യേശു അവനോട് എഴുന്നേറ്റ്. ഒറ്റ വാക്കിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. ഈ പറഞ്ഞവൻ ആരാന്നറിയാമോ? ആമേൻ. സൃഷ്ടിതാവാ. ഇന്ന് എത്ര മനോഹരമായ പാട്ടിന്റെ വരികളാണ് ഈ ആലയത്തിൽ പാടി തുടങ്ങിയതെന്നറിയാമോ? ആ ഓരോ വരിക്കകത്തും എൻ്റെ പ്രാണനാഥനെ മഹത്വപ്പെടുത്തുന്ന വരികളായിരുന്നു. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, സഹോദരി, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുക, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ കരം കുറുകിയിട്ടില്ല, അവന്റെ കണ്ണ് മങ്ങിയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല. അവൻ ഇന്ന് രാവിലെയും ഈ ആരാധനയുടെ നടുവിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. വിശ്വസിക്കുന്നവരാ കരം തട്ടി എന്റെ കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. അവന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച്, അവന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച്. ഓ ഹല്ലേലൂയ. ജൂഡാരാബാന ഹബ്ദരാജന സബ്ദരാജന ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിന്റെ ഒരു വാക്യം നമ്മൾ ആവർത്തിച്ചു ഉരുവിടാറുള്ളതാ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 പത്രോസ് 3:9. കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ വചനം പറയുക. കർത്താവിന്റെ വരവാണ് അവിടുത്തെ പ്രഥമ വിഷയം. എന്നാൽ അതിനകത്തൊരു പദപ്രയോഗമുണ്ട്. തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? താമസിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം താമസിക്കുന്നല്ലോ, ഇനി ഒരു മറുപടി ഉണ്ടോ എന്നാരെങ്കിലും ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ഈ രാവിലെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുക, അവൻ താമസിക്കയില്ല. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണിരിക്കുക. 38 വർഷത്തെ കേസാണ്. 38 വർഷം. വിശ്വാസികളുടെ പിതാവെന്ന പേരുള്ള അബ്രഹാം വരെ എത്ര വർഷമേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ? 25. ആ ഗണത്തിലൊന്നും ഈ വീട്ടുകാരുടെയോ വീടിൻ്റെയോ വ്യക്തിയുടെയോ പേരില്ല. നീണ്ടുപോയ ആണ്ടുകളിൽ നിരാശയുടെ നീഴ്ചുഴിയിലകപ്പെട്ട് ഇനി പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വകയില്ലാതെ തകർന്ന് നീറിയ കുടുംബം. ആ വ്യക്തിയെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് രാവിലെ ഈ ഹാളിൽ ഇരിക്കുന്നവർ ആരുമില്ലാത്തവരല്ല. അവന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാ നീ. അവന്റെ രക്തത്തിന്റെ വകയാ ഞാനും നിങ്ങളും. നമ്മുടെ വിഷയത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ദൈവമല്ല. ഈ 1-ാം തീയതി അല്ല, ഈ 11-ാം മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച, 1-ാം ഞായറാഴ്ച, ഈ 2-ാം തീയതി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, ഈ മാസത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴുന്നതിന് മുൻപ് നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയ്ക്ക് അവന്റെ മഹത്വത്തെ കാണാൻ അവൻ ഭാഗ്യം തരുന്ന ദൈവമാ. വിശ്വസിക്കുന്നവർ അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ ഈ സന്ദേശത്തിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ദൈവമക്കളോട് പറയാം, ആരുമില്ല. എങ്ങനാണ്, എവിടുന്നാണ്, ഏത് വിധത്തിലാണ് വഴി തുറക്കുന്നത് എന്നറിയാതെ നീ ഭാരപ്പെടുന്നെങ്കിൽ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അവന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ ദൈവമക്കൾ തയ്യാറാകട്ടെ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. എത്ര വർഷം പഴക്കം ചെന്നാലും കഴിഞ്ഞ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഉദ്ധരിച്ച പദമൊന്ന് പറയട്ടെ. പ്രവാചകനായ എസെക്കിയേലിനോട് സ്വർഗത്തിലെ ദൈവം ചെന്ന് പറയുമ്പോൾ ആമേൻ, ആ താഴ്വര അത്ര സുഖകരമായ ഒരു താഴ്വര അല്ല. തൻ്റെ മുൻപിലെ വിഷയം തൻ്റെ കണ്ണിനോ കാതിനോ കൈക്കോ വിശ്വസിക്കാൻ പറ്റിയ ഒന്നല്ല. അസ്ഥിയോട് ബന്ധം വിട്ട് ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന നിർജീവമായ വിഷയം.
രക്തം ജയം, രക്തം ജയം. എന്നോടോ നിങ്ങളോടോ ആ പ്രവചിക്കാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം ആലോചിക്കും. പക്ഷേ എസെക്കിയേൽ പറഞ്ഞു, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. ഇന്ന് പകൽക്കാലം അപ്പച്ചന്റെ വാഗ്ദത്തം വിശ്വസിക്കാൻ എത്ര പേർ കഴിയും? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം സത്യവേദപുസ്തകമാണെന്നും അതിലെഴുതിയത് ജീവന്റെ വചനമാണെന്നും ഈ വചനം വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലെന്നും ഇതിനകത്ത് ജീവനുണ്ടെന്നും അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോഴും വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആ വചനത്തെ മുറുകെ പിടിക്കുന്നവര് ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് എന്റെ കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. പക്ഷെ പ്രവാചക ശബ്ദം കേൾക്കണോ? ദൈവ ശബ്ദം കേൾക്കണോ? ഈ താഴ്വര ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴും നിന്നോട് തന്നെ നീ പറഞ്ഞു, ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന്, എൻ്റെ വ്യക്തിപരമായ വിഷയത്തിന്, എൻ്റെ ആത്മമണ്ഡലത്തിലെ വിഷയത്തിന്, ഞാൻ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു നിഴല് പോലും കാണാനില്ല. കർമ്മേലിൻ്റെ മുകളിൽ തലമുഴങ്കാലുകൾക്കിടയിലിട്ട് ഒരു വലിയ മനുഷ്യൻ, സാധാരണക്കാരനല്ല കേട്ടോ, ഒരു വലിയ മനുഷ്യൻ, ഇതിനു മുൻപ് ആകാശം അടച്ച മനുഷ്യൻ, ഇതിനു മുൻപ് ആകാശം തുറന്ന മനുഷ്യൻ, ആ വലിയ മനുഷ്യൻ ഇപ്പോൾ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് ദൈവമുഖത്തേക്ക് നോക്കി കരഞ്ഞോണ്ടിരിക്കുകയോ. മഴയോ മേഘമോ കണ്ടിട്ടല്ല ആഹാബിനോട് പറഞ്ഞത്, പറഞ്ഞേച്ചാ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ബാല്യക്കാരൻ വന്ന് പറഞ്ഞു, യജമാനെ കൈപ്പത്തിയോളം. ഉടനെ പുള്ളി ആഹാബിൻ്റെ അടുത്തോട്ട് എന്നിട്ട് പറഞ്ഞു, മഴ നിന്നെ വഴിയിൽ അങ്ങനെ അല്ലത്. ആദ്യം പറഞ്ഞു ഒരു വലിയ മഴയുടെ മുഴക്കം. വിശ്വാസത്തിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിക്കണം. പറഞ്ഞതുകൊണ്ട് നടക്കണമെന്നില്ല കേട്ടോ. പറഞ്ഞ ദൂതിൻ്റെ പൂർത്തീകരണത്തിന് നിറവേറുവോളം മുഴങ്കാലയിലിരിക്കാൻ നീ തയ്യാറായാൽ, നീ പറഞ്ഞ വാക്കിൽ ഒട്ടും കുറയാതെ, നീ വിശ്വസിച്ചതിൽ ഒട്ടും കുറയ്ക്കാതെ, നീ ആഗ്രഹിച്ചതിൽ ഒട്ടും കുറയ്ക്കാതെ. അതുകൊണ്ട് വചനം പറയുന്ന, ചോദിക്കുന്നതിലും, പറയാമോ, നിനക്കുന്നതിലും അത്യന്തം പരമായി, അത്യന്തം പരമായി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശക്തമായി ചിലരോട് പറയുക, നീ നിരാശപ്പെട്ടു പോകരുത്, നീ ആകുല ചിന്തപ്പെട്ടു പോകരുത്, നീ തലകുനിച്ചിരിക്കാൻ വിളിക്കപ്പെട്ടവളല്ല. വരുന്ന ദിവസങ്ങളിൽ അവന്റെ വല്ലഭത്വം, അവന്റെ വല്ലഭത്വം. Ribala bacha, sibara bacha, ribala bara, udara basiala bara, hatturajala chaudara. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ ആരാ? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, യാഹ് നല്ലവൻ, അത് രുചിച്ചറിവിൻ. ആരോട് തുല്യനാകും? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യം, യാഹു നല്ലവൻ, അത് രുചിച്ചറിവിൻ. നീ ആരോട് തുല്യനാകും? നീ ആരോട് തുല്യനാകും? കണ്ണുയർത്തുവിൻ, എണ്ണി നോക്കുവിൻ, ഇവകളെ ചമച്ചതാര്? സംഖ്യാക്രമത്തിൽ പേർ ചൊല്ലി വിളിച്ചു പുറപ്പെടുവിക്കുന്നവനാര്? ഓ കണ്ണുയർത്തുവീൻ,
എണ്ണി നോക്കുവിൻ. ആമേൻ. ഇവകളെ ചമച്ചതാര്? സംഖ്യാക്രമത്തിൽ പേർ ചൊല്ലി വിളിച്ചു പുറപ്പെടുവിക്കുന്നവനാര്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, യാഹു നല്ലവൻ, അത് രുചിച്ചറിവിൻ. നീ ആരോട് തുല്യനാകോ? നീ ആരോട് തുല്യനാകോ? നമ്മുടെ കർത്താവ് ആരാ? പ്രവാചകനായ യെശയ്യാവിലൂടെ ഇസ്രായേലിനോട് ദൈവം പറയുക, തൻ്റെ ജനത്തോട് ദൈവം പറയുക, നീ കേട്ടിട്ടുണ്ടോ? നീ അറിഞ്ഞിട്ടുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ ദൈവം ആരാണെന്ന്? നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന, നീ ഭജിക്കുന്ന, നീ നമസ്കരിക്കുന്ന, നീ മുറുകെ പിടിച്ച നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഓ, അവൻ ആരാ? നിത്യദൈവം. നിത്യദൈവം, നിത്യദൈവം, മാറ്റമില്ലാത്ത ദൈവം, മാറാത്ത ദൈവം, ഉന്നതനായ ദൈവം, സർവശക്തനായ ദൈവം. 40-ാം അധ്യായത്തിൽ 2 പ്രാവശ്യമായി ഈ ചോദ്യം. നിനക്കറിയോ? നീ കേട്ടിട്ടില്ലയോ എന്ന്. 21-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. നീ കേട്ടിട്ടില്ലയോ? നിനക്കറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? 2 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. എന്താ ഈ 2 പ്രാവശ്യം ചോദിക്കേണ്ടി വരുന്നതെന്നറിയാവോ? ഒരു വിശ്വാസവും ഇല്ല. പേര് ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനം. പക്ഷെ ഈ ദൈവത്തെ കുറിച്ചുള്ള ഫെയ്ത്ത്, വിശ്വാസം അങ്ങ് ക്ഷയിച്ച് മഹാത്ഭുതം ചെയ്തു കൊണ്ടുവന്നതാ. നീണ്ട 430 വർഷത്തെ കണ്ണുനീരിന് മറുപടി കൊടുത്ത് മാനിച്ചു. ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നതെന്നറിയോ? മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അസ്ഥിക്കോലങ്ങളായിരുന്നു. കാരണം മിസ്രൈമിലെ പണി അത്ര കട്ടിയായിരുന്നു. ഉരുക്ക് ചൂളയിൽ കിടന്ന് വേല ചെയ്ത് ഉണങ്ങിയ അസ്ഥിക്കോലങ്ങൾ ഇറങ്ങിത്തിരിച്ച് യാത്രാമധ്യേ കഴിച്ച മന്നായും ദൈവം കൊടുത്ത മനോഹരമായ തീക്കൽപ്പാറയിലെ വെള്ളവും മൃഷ്ടാന ഭോജനവും കഴിച്ച പുഷ്ടി വെച്ചപ്പോൾ ഇപ്പൊ ജനം ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി. രൂപം മാറിയപ്പോഴാണോ നിനക്ക് മത്സരിക്കണമെന്ന് തോന്നിയത്? ആ ദൈവം നിന്നെ മാനിച്ച് 1-ന് 2 അനുഗ്രഹങ്ങൾ, തലമുറകൾ, വാഹനങ്ങൾ, അനുഗ്രഹങ്ങൾ, ശ്രേഷ്ഠതകൾ തന്നപ്പോൾ ഇപ്പോൾ നീ അറിയാതെ നെകളിക്കുകയാണോ? നീ മത്സരിക്കുകയാണോ? ഇന്ന് പകൽ ദൈവാത്മാവ് സങ്കടത്തോടെ ചോദിക്കുക, നീ മറന്നുപോയോ കുഞ്ഞേ? യഹോവ നിത്യ ദൈവം. സ്തോത്രം പറ. മക്കളോട് പറയണം കേട്ടോ. പഴയതൊക്കെ 25, 30, 40, 50 കൊല്ലം മുമ്പ് എറണാകുളത്ത് വന്നതും സ്ഥലം മേടിച്ചതും വീട് വാങ്ങിയതും ഈ പട്ടണത്തിൽ ഇത്ര മനോഹരമായി ജീവിക്കുമ്പോഴും ഇന്നലകളെ കുറിച്ച് തലമുറകളോട് പറയണം. ആമേൻ. കൊച്ചുമക്കളോട് പറയണം, ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയെന്ന് പറയാൻ മറക്കരുത്. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ വർണ്ണിക്കാൻ മറക്കരുത്. ഭക്തൻ ഇവിടെ വിളിച്ചു പറയോ, നീ കേട്ടിട്ടില്ലയോ? നമ്മുടെ ദൈവം ആരാ? അവിടെ പറയുന്ന എന്നാന്നറിയാം, അവൻ ആരാ? നിത്യദൈവം. പിന്നെ തീർന്നില്ല. ഭൂമിയുടെ അറുതി അടിസ്ഥാനമിട്ടവൻ, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ പകൽക്കാലം നമ്മുടെ ദൈവം. ഞാൻ നിർത്തുക. നമ്മുടെ ദൈവം ജടാനര ബാധിച്ച് ക്ഷീണിച്ച് തളർന്നൊരു ദൈവമല്ല. ഇവിടുത്തെ പല ദൈവങ്ങളുടെയും ദേഹത്തിട്ടത് എടുത്തുകൊണ്ട് പോയിട്ട് അവരും അറിഞ്ഞില്ല, നാട്ടുകാരും അറിഞ്ഞില്ല, സൂക്ഷിപ്പുകാരും അറിഞ്ഞില്ല. ദേഹത്തിട്ടത്, ഉടുപ്പിച്ചത്, പൊതിഞ്ഞതെല്ലാം കൊണ്ടുപോകും ആൾക്കാർ. ദൈവം അറിഞ്ഞില്ല, സൂക്ഷിപ്പുകാരും അറിഞ്ഞില്ല. എന്നാൽ നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം അവൻ ഉരിയാടാത്തവനല്ല, കണ്ണിന്റെ കാഴ്ചയില്ലാത്തവനല്ല, ചെവിക്ക് കേൾവിയില്ലാത്തവനല്ല, അവന്റെ കൈകാലുകൾ ചലിക്കാത്തതല്ല, ഹൃദയങ്ങളെ അറിയുന്ന, രഹസ്യങ്ങളെ അറിയുന്ന, ശബ്ദരാജല ഉൾപ്പുകളെ അറിയുന്ന ജീവനുള്ള ദൈവം, ഉന്നതനായ ദൈവം, സർവവല്ലഭനായ ദൈവം. ഒരു 60 വയസ്സിന് മുകളിലുള്ള എത്ര പേര് ഈ സഭയിലുണ്ട്? 70, 80. നിങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിലകളിലെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്.
ഇന്ന് ഞാനോ നിങ്ങളോ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഹോർലിക്സോ ബോൺവിറ്റയോ ബൂസ്റ്റോ കഴിച്ചതല്ല നിങ്ങളുടെ ആരോഗ്യം. കേവലം അന്ന് മാതാപിതാക്കൾ ഒട്ടിയ വയറോടെ ഒരുക്കി തന്ന കേവലം കഞ്ഞിവെള്ളം അല്ല, ചിലപ്പോൾ ചൂടുവെള്ളം, ചിലപ്പോൾ പച്ചവെള്ളം, അതൊക്കെ തന്ന് ബലപ്പെടുത്തി പ്രാർത്ഥിച്ച് തന്നതിന്റെ ആരോഗ്യത്തോടെ ഇന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യണം. അവൻ നല്ലവനല്ലോ. ഒന്ന് പറഞ്ഞ വാതുറന്ന് അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ. എല്ലാ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവിന്റെ വിശുദ്ധ മേശയിലേക്ക് നമ്മൾ അടുക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിന്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്നു. നീ അവിശ്വസിക്കണ്ട, സംശയിക്കണ്ട, ഭാരപ്പെടണ്ട, മനസ്സ് കലങ്ങി ആരാധന വിട്ട് മടങ്ങണ്ട. ഇന്നത്തെ ഈ സഭായോഗത്തിൽ നീ എഴുന്നേറ്റ് പോകുമ്പോൾ വാ തുറന്ന് നമ്മളോട് പറ. ആരോടും പറഞ്ഞില്ലേലും നമ്മളോട് പറ, കുടുംബത്തോട് പറ, കുഞ്ഞുങ്ങളോട് പറ, മക്കളെ, നമ്മുടെ ദൈവം ഒരു നിത്യ ദൈവമാ. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാ. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാ. നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല. വേറാരുമില്ലെന്നാ, വേറാരും. അവനൊപ്പം പറയാൻ, സമം പറയാൻ, തുല്യം ചൊല്ലാൻ അവനെ പോലെ മറ്റാരുമില്ല. ആ നല്ല കർത്താവിന്റെ മുൻപിലേക്ക് ഏൽപ്പിക്കും.